നമസ്കാരം. കട്ടിംഗ് സൗത്ത് എന്ന വിഘടനവാദ ആശയം നമ്മളേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദി തന്നെയാണ് കേരളം എന്ന് നമുക്ക് പറയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ലിങ്ക്ഡിൻ എന്ന സമൂഹ മാധ്യമ വെബ്സൈറ്റിൽ വന്ന ഒരു പരസ്യം, ഒരു ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട പരസ്യത്തിലാണ് തെക്കേ ഇന്ത്യക്കാർ അപേക്ഷിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശവുമായി ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പരസ്യം എന്തായാലും പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരസ്യത്തിന് പിന്നിലെ അജണ്ട എന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ. ഇങ്ങനെ ഒരു പരസ്യം വന്നാൽ തീർച്ചയായും അതിന് ഒന്ന് രണ്ട് വശങ്ങളുണ്ട്. എങ്കിൽ പോലും ആദ്യമായി നമ്മുടെ മനസ്സിൽ തോന്നുക ഇതൊരു വിഘടനവാദ ആശയമാണോ, എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യക്കാർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്നായിരിക്കും. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കും? പ്രാഥമികമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, വളരെ ചെറിയൊരു കാര്യം, ഒരു ചെറിയ കയ്യബദ്ധം. അതായത് ഇത് ലിങ്ക്ഡിന് പറ്റിയതല്ല കുമാറേ, അത് നേരത്തെ പറയട്ടെ. ലിങ്ക്ഡിൻ എന്ന സാമൂഹിക പ്ലാറ്റ്ഫോമിൽ ഈ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അത് ഈ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഡേറ്റ അനലിസ്റ്റ് എന്നുള്ള ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ എൻട്രി ലെവലായിട്ടുള്ള ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമാണ്. ആ പരസ്യം കൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ നോയിഡയിലുള്ള ഒരു കൺസൾട്ടിങ് ഫേമാണ്. അപ്പോൾ ഏത് കൺസൾട്ടിങ് ഫേമിനും അവർക്ക് ലിങ്ക്ഡിനിൽ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജിൽ അവർക്ക് അവരുടെ പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും. അത് വ്യക്തികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാമൂഹിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പരസ്യം കൊടുത്തതിൽ സൗത്ത് ഇന്ത്യൻസിന് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹിന്ദി അറിയണമെന്നല്ല, ഹിന്ദിയിൽ നല്ല ഫ്ലുവൻസി വേണം. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻസിന് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആരുടെയോ ഒരു വിവരദോഷം അല്ലെങ്കിൽ ഒരു അബദ്ധം, അത് ഇത്ര വലിയ വിഷയമാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ ഇത് വിഷയമാണ്. കാരണം ഇത് ഒരാളുടെ ഒരു അബദ്ധമാണോ അതോ ഇത് കരുതിക്കൂട്ടി മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ എന്ന് സംശയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, നിങ്ങൾക്കതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഭാരതം എന്ന് പറയുന്ന ആ ഒരു വൺ എൻറ്റിറ്റിയെ ഇല്ലാതാക്കാൻ എല്ലാ അർത്ഥത്തിലും ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഇത്തരം എന്ത് പ്രവണതകൾ കണ്ടു കഴിഞ്ഞാലും അത് ഹൈലൈറ്റ് ചെയ്യുകയും ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ പറയുന്നത് അതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ചെറിയ കാര്യമല്ല. കുമാറിനോട് ഞാൻ പറയട്ടെ, ഇപ്പം ഇതിൽ വന്നിരിക്കുന്നു, ഒന്ന്, ഇത് പരമവിഡ്ഢിത്വമാണ്. ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾക്ക് ഈ കാലത്ത് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകുന്നത്. ഹിന്ദി മേഖലയിൽ ജനിച്ച് വളർന്ന് മരിച്ചു പോകുന്ന എത്ര പേര് ഹിന്ദിയിൽ അത്ര പ്രൊഫിഷ്യൻസി ഉള്ളവരാണ്? അവർക്കൊരു പ്രാക്ടിക്കൽ നോളേജ് മാത്രമല്ലേ ഉള്ളൂ പല ആൾക്കാർക്കും. അതുപോലെ സൗത്ത് ഇന്ത്യൻസ് എത്രയോ ആൾക്കാർ, ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ളവർ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളരുന്ന കുട്ടികളുണ്ട്, അവിടെ പഠിച്ചു വളരുന്ന കുട്ടികളുണ്ട്. അവരെത്രയോ നന്നായിട്ടാണ് ഹിന്ദി കൈകാര്യം ചെയ്യുന്നത്. ഇനി സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ജോലിക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് മലയാളികൾ, അവർ ഹിന്ദിയിൽ വളരെ പെട്ടെന്നാണ് അവർക്ക് പ്രൊഫിഷ്യൻസി കൈവരുന്നത്. അപ്പോൾ ഇതെല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്യം, അതും ഇതുപോലെ ഒരു കൺസൾട്ടിങ് ഫേം ഇടുമ്പോൾ അതിൽ ഒരു സംശയത്തിനുള്ള വകയുണ്ട്. ഇപ്പോൾ ഇത് ഏത് തരത്തിലാണ് നമ്മൾ ഈ പരസ്യത്തെ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ചേതോവികാരത്തെ കണക്കാക്കേണ്ടത്? ഇപ്പോൾ ഒരു കമ്പനി സൗത്ത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഇതിനോടകം തന്നെ വളർന്നു വന്നിട്ടുള്ള ഈ വിഘടനവാദം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒഴിവാക്കുകയാണോ, അതോ ഈ ഒരു വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അവിടെ നിന്നുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായതാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദക്ഷിണേന്ത്യയിൽ, അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് മാറി ദക്ഷിണേന്ത്യ സെപ്പറേറ്റ് ഒരു രാജ്യമാകണം എന്നുള്ള ഒരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവരാൻ വലിയ തോതിൽ ശ്രമം നടക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. USSR അല്ല, USSR പൊളിഞ്ഞുപോയി.
അപ്പോഴാണ് ഇവിടെ USSI എന്നും പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊണ്ടുവരുന്നത്. അത് വളരെ സ്ലോ പോയിസണിങ് ആണ് കുമാറെ, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് സൗത്ത് ഇന്ത്യയോടെ നോർത്ത് ഇന്ത്യക്കാർ വിവേചനം കാണിക്കുന്നു. സൗത്ത് ഇന്ത്യ കാരണമാണ് നോർത്ത് ഇന്ത്യ കഞ്ഞി കുടിച്ച് കിടക്കുന്നത്. ടാക്സ് 20% സൗത്ത് ഇന്ത്യൻസ് ആണ് ഉള്ളത്, പക്ഷേ അവർ 30% ടാക്സ് പേ ചെയ്യുന്നു. നോർത്തിൽ അത്രയൊന്നും പേ ചെയ്യുന്നില്ല. പ്രതിശീർഷ വരുമാനത്തിൽ വലിയ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നരേറ്റീവ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു കാര്യത്തിൽ സൗത്ത് ഇന്ത്യ മുമ്പിലാണെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റുകളായിരിക്കും മുന്നിൽ. ഇത് നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുന്നത് കണക്കിൻ്റെ ആവശ്യത്തിന് ചെയ്യാം, പക്ഷേ ഇത് രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഇത് ചെയ്യുന്നത് വലിയ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇപ്പം കുമാർ ചോദിച്ച ഈ പരസ്യത്തിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് ഈ പരസ്യം കാണുമ്പോൾ ഒരു സൗത്ത് ഇന്ത്യയിൽ, അതായത് ഒരു യുവതി യുവാക്കളിൽ ആരെങ്കിലും ഒരാൾ ഈ പരസ്യത്തിന് അപ്ലൈ ചെയ്യണം, ഞാൻ ദക്ഷിണേന്ത്യക്കാരനായതുകൊണ്ട് എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കെതിരെ വിവേചനം വരുന്നു എന്നൊരു ഒരു 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 കരട് അവൻ്റെ മനസ്സിലേക്ക് ഇടുകയാണത്. ഇങ്ങനെ 1000 കരടുകൾ വരുന്നതാണ് സോറോസിൻ്റെ പദ്ധതി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ 1000 കരടുകൾ ഒരുമിച്ച് വന്ന് ഒരു സമയത്ത് പൊട്ടിത്തെറിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പദ്ധതി. ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതി ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വളരെ ചെറുതെന്ന് പരസ്യമായിട്ട് തോന്നുമെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലുള്ള ഒരാൾക്ക് ഈ രാജ്യത്ത് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അയാൾ ദക്ഷിണേന്ത്യക്കാരനായതുകൊണ്ട് അയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയാണ്. ചെറിയ കാര്യമല്ല അത്. അപ്പോൾ ദക്ഷിണേന്ത്യക്കാരൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ വന്നു. ഇനി ഉത്തരേന്ത്യക്കാരൻ്റെ ഉള്ളിൽ സൗത്തിൽ നിന്നുള്ളവനൊന്നും ഇവിടെ പണിയില്ല എന്നുള്ള ഒരു ഇത് വരികയാണ്. ഇനി ഇതിന് വേറൊരു മറുവശം കൂടിയുണ്ട്. പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് മണ്ണിൻ്റെ മക്കൾ വാദം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് ജോലിയിൽ ജനങ്ങൾക്ക് സംവരണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ വളരെ കൂടുതൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബംഗളൂരുവിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളി കുട്ടികൾക്ക്, മലയാളി ചെറുപ്പക്കാർ അത് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ തീ കൊടുക്കാനുള്ള ശ്രമമാണ് ചെറുതായിട്ടെങ്കിലും നടത്തുന്നത്. ഈ പരസ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതായിരുന്നു. കുമാർ ഈ പരസ്യം ഒന്ന് കണ്ടു നോക്കൂ. ഈ പരസ്യം ഒന്ന് കണ്ടു നോക്കൂ. അത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്, ഇല്ലേ? അപ്പോൾ ഉടനെ ഒരു മലയാളത്തിൽ ആരോ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. സന്തോഷമായില്ലേ, ഭാരതത്തിലെ രാജ്യവിരുദ്ധർ കൂടുതലുള്ള കട്ടിംഗ് സൗത്ത് വിഘടനവാദമുള്ള സ്ഥലങ്ങളെ ആഗോളതലത്തിൽ തന്നെ ബഹിഷ്കരിക്കുന്നു. ദക്ഷിണേന്ത്യക്കാർ ഈ ജോലിക്ക് അർഹനല്ല. നോക്കൂ ഇതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് രാജ്യത്തിന് അനുകൂലമായ ഒരു പോസ്റ്റാണെന്ന് തോന്നും. അതായത് ഇവിടെ സൗത്ത് ഇന്ത്യ മുഴുവൻ രാജ്യവിരുദ്ധരാണ്, അതുകൊണ്ട് നിങ്ങളെ നോർത്ത് ഇന്ത്യ ജോലിക്കെടുക്കുന്നില്ല, നിങ്ങൾ പാഠം പഠിച്ചോ എന്നാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഇതും അതിലും വലിയ ദുരുദ്ദേശമാണ്. സത്യത്തിൽ ഈ പോസ്റ്റ് ഇട്ടതും ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം ഈ രണ്ട് സൈഡിൽ നിന്നും ഇത് കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ജനമനസ്സുകളിലേക്ക് ഈ വൈരുദ്ധ്യത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ പല കഷ്ണങ്ങളാണ് എന്ന രീതിയിലേക്ക് ഒരു സന്ദേശം അവരറിയാതെ തന്നെ കടത്തിവിടാനുള്ള ഒരു ആഗോള ശ്രമത്തിന്റെ ശ്രമം. ഇപ്പം നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന് ഞാൻ കുമാറിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം, ഈ ഒരു പരസ്യത്തിൻ്റെ താഴെ ഇപ്പോൾ അവരത് പിൻവലിച്ചിട്ടുണ്ട്. ഈ പരസ്യത്തിൻ്റെ താഴെ വന്ന കമൻസ് ആണ്. ഈ കമൻസ് നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം വിഘടനവാദത്തെ, രാജ്യവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻസാണ് വരുന്നത്. അത് ദക്ഷിണേന്ത്യക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നും ഉത്തരേന്ത്യക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വൈവിധ്യങ്ങളുടെ ഇടയിൽ ഏകത്വം കൊണ്ട് നിൽക്കുന്ന ഒരു അത്ഭുത രാജ്യമാണ്. നമ്മൾ ഓരോ 20 കിലോമീറ്ററിൽ അല്ലെ 30 കിലോമീറ്റർ ഭാഷയുടെ ശൈലി മാറും, വസ്ത്രം മാറും, ആഹാരം മാറും. എന്നിട്ടും ഭാരതത്തിൻ്റെ ഒരു സംസ്കാരവും സാംസ്കാരിക പാരമ്പര്യവുമാണ് നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അതില്ലാതാക്കാൻ, അത് വേറെയാണ് എന്നുള്ള ബോധ്യം ഓരോരുത്തരുടെ മനസ്സിലും കൊണ്ടുവരാൻ ഇഷ്ടം പോലെ ശ്രമം നടക്കുന്നുണ്ട്. അത് പല രീതിയിൽ നടക്കുന്നുണ്ട്. നോർത്ത് സൗത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ, ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് വേറെ, ഈ തരത്തിൽ ഈവൻ സൗത്ത് ഇന്ത്യയിൽ പോലും ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലെ കാര്യം. പെരിയാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദ്രാവിഡ നാട് എന്ന് പറഞ്ഞ ഒരു വലിയ തോതിൽ ഒരു പ്രചരണം ഒരു കാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അത് വിഘടനവാദമല്ലാതെ മറ്റെന്താണ്? വിഘടനവാദമാണ്.
LTT ശ്രീലങ്കയിൽ പ്രശ്നമുണ്ടാക്കിയ കാലത്ത് മഹാഈലം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാദം ഉണ്ടായിരുന്നു. ഇവിടെ സംസ്ഥാനങ്ങൾ തന്നെ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ ഇവർ പറയുന്നു. ആന്ധ്രാപ്രദേശ് തന്നെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? ഇതൊന്നുമല്ല. ഇന്ത്യ ചിന്നിച്ചെതറുക, ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ, ആ ഒരൊറ്റ അജണ്ടയിൽ ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ താഴെ വന്ന കമൻസ് പോലും നേരത്തെ പ്രീ പ്ലാൻഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് വെറുതെ നടക്കുന്നതല്ല. ഈ രാഷ്ട്രത്തിൻ്റെ പല ഭാഗങ്ങളെ വെട്ടിമുറിക്കാനുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ സാറ് തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുണ്ട്, സാന്റാ മോണിക്കയുമായി ബന്ധപ്പെട്ട പരസ്യം. അതിൽ ജമ്മു കാശ്മീരിനെ മറ്റൊരു രാഷ്ട്രമായി ചിത്രീകരിച്ചിരിക്കുന്നു. അരുണാചൽ പ്രദേശിനെ ഭാരതത്തിൽ നിന്ന് മാറ്റാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയും തമ്മിൽ വെട്ടിമുറിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിനെതിരെ ഒരു പ്രതിരോധം ഒരു ദേശീയ സമൂഹത്തിന് എങ്ങനെ കെട്ടിപ്പടുക്കുക? എങ്ങനെ കെട്ടിപ്പടുക്കുക എന്നുള്ളതല്ല, കെട്ടിപ്പടുത്തേ പറ്റുള്ളൂ. അതിന് തക്ക ബോധവൽക്കരണം നടക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു നമ്മളുടെ ഒരു വൺ എൻറ്റിറ്റി, ആ വൺ എൻറ്റിറ്റി ആയിട്ട് മാത്രമേ നമുക്ക് ആഗോള തലത്തിലേക്ക് ഒരു വൻ ശക്തിയായിട്ട് മാറാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്തെ പട്ടിണി പോലെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ. വികസനത്തിൻ്റെ പാതയിൽ ഈ രാജ്യത്തിന് മുന്നേറാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം, അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് വേണ്ടത് രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് എന്നുള്ള തോന്നൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാവണം. അതിനെതിരെ സംസാരിക്കുന്ന, അതിനെതിരെ എന്തെങ്കിലും ചെറിയ തോതിൽ നീക്കം നടത്തുന്ന ആരായാലും അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശേഷിയും അത്തരത്തിലുള്ള പ്രതികരണ ശേഷിയും ബോധവും നമ്മുടെ സമൂഹത്തിനുണ്ടാവണം. അത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം ചെറിയ വിഷയമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചെറുതെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വിഷയമാണെങ്കിൽ പോലും നമ്മളിത് ചർച്ചയ്ക്കെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ കൃത്യമാണ്. അടുത്ത ഖാലിസ്ഥാൻ വാദം വന്നു, ജമ്മു കാശ്മീരിൽ വിഘടനവാദം വന്നു, മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത ഒരു വലിയ തിയേറ്ററായിട്ട്, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു വലിയ വേദിയായിട്ട് മാറാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റാണ്. നമ്മൾ നിരവധി വീഡിയോസ് ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട്. മിസോറാം, അരുണാചൽ പ്രദേശ് ചൈനയെ ആവശ്യപ്പെടുന്നു. മിസോറാം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിന് മിസോറാമിൽ നിന്ന് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ സഹായിക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്നതായിട്ട് ആരോപണം ഉയരുന്നു. അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയേണ്ട വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് സൗത്ത് ഇന്ത്യൻസിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല, ഈ ജോലി അവർക്കുള്ളതല്ല, അതും ഭാഷയുടെ പ്രാവീണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എത്ര വിഡ്ഢിത്തം നിറഞ്ഞ ഒരു നിലപാടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അബദ്ധം പറ്റിയതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ളവരെ മാറ്റി നിർത്തുന്ന രീതി അത് അവലംബിച്ച ശേഷം നിയമത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിലൊക്കെ വരും. അതിന് അതിൻ്റേതായ സമയമെടുക്കും. നിയമ നടപടി ഉണ്ടായേക്കാം, കേസ് വരാം, അത് പിന്നെ വാദിച്ച്. പക്ഷെ അതൊന്നും അല്ലല്ലോ വിഷയം കുമാറെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കരട് ഇടുകയാണ്. ആ കരടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യം മാത്രമല്ല, ആ പരസ്യത്തിൻ്റെ താഴെ വന്ന കമൻസാണ്. അതെ, അത് ചെറിയ കാര്യമല്ല. ആ പരസ്യത്തിൻ്റെ താഴെ വന്ന കമൻസ് മുഴുവൻ രാജ്യവിരുദ്ധതയാണ്. അത് ഏത് ഭാഗത്തു നിന്ന് പറഞ്ഞാലും. ഇപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾ മുഴുവൻ വിഘടനവാദികളാണ്, നിങ്ങൾ ഭാരതവിരുദ്ധരാണ് എന്ന് പറയുന്നതും ഈ പറയുന്ന രാജ്യവിരുദ്ധതയുണ്ട് അതിൽ. കാരണം ദക്ഷിണ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മളെ എല്ലാവരെയും ഒറ്റയടിക്ക് ആരോ രാജ്യവിരുദ്ധരായിട്ട് അങ്ങ് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഞങ്ങളും വെവ്വേറെയാണ് എന്നുള്ള ബോധം ഉള്ളിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് പിന്നെ പുറകെ കേസ് വന്നാലും നിയമം പുറകെ കൂടിയാലും ഒന്നും കാര്യമില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവരുണ്ടാക്കുന്നുണ്ട്. ആ ഇമ്പാക്റ്റ് ഉണ്ടാകാതിരിക്കാൻ ഇത്തരം ശക്തികളെ തിരിച്ചറിയുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. എന്തായാലും ഭാരതത്തിൻ്റെ ആ അഖണ്ഡതയെ ബാധിക്കുന്ന ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ചില ശക്തികൾ ഭാരതത്തിൽ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നതിലേക്കല്ല, അതിനുശേഷവും ആ ശ്രമം അവർ തുടരുകയാണ്. തീർച്ചയായും പൊതുസമൂഹം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയവുമാണ്. നമസ്കാരം.
നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.